ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. നമുക്കിന്ന് ആദി ബദ്രി ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാം. ഉത്തരാഖണ്ഡിലെ ബദ്രിനാരായണ ക്ഷേത്രത്തെ അല്ല ഈ ആദി ബദ്രി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇത് വൃന്ദാവനത്തിലാണ്. യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും വളരെ കാലം കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നപ്പോൾ യശോദാമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, ഒരു കുഞ്ഞുണ്ടായാൽ ചതുർധാം യാത്ര നടത്തിയിരിക്കാമെന്ന്. അപ്പോൾ ഈ ചതുർധാം യാത്രയിൽപ്പെട്ട ക്ഷേത്രങ്ങളാണ് ബദ്രിനാരായണ ക്ഷേത്രം, കേദാർനാഥ്, ഗംഗോത്രി, പിന്നെ യമുനോത്രി. അപ്പോൾ കണ്ണൻ ജനിച്ചിട്ട് ഈ പൂതനയുടെയും നാഗാസുരൻ്റെയും ഇങ്ങനെ തുടങ്ങിയ കുറേ മഹാദുഷ്ടന്മാരുണ്ടായിരുന്നല്ലോ. ഇവരുടെയൊക്കെ ശല്യം കാരണം യശോദാമ്മയ്ക്ക് യാത്ര നടത്താൻ സാധിക്കുന്നില്ല. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് യശോദാമ്മ ഈ കാര്യം കണ്ണനെ അറിയിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ആ ബദ്രിനാരായണ ക്ഷേത്രത്തെ നേരെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദി ബദ്രി ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. ശരിക്കും ഉത്തരാഖണ്ഡിലെ ബദ്രിനാരായണ ക്ഷേത്രത്തിൽ തപ്തകുണ്ട് എന്ന് പറയുന്നൊരു ചൂടുവെള്ളം വരുന്നൊരു കുളമുണ്ട്. അതായത് ഹിമാലയത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ആവി പറക്കുന്ന ചൂടുവെള്ളമാണ് ഈ തപ്തകുണ്ടിൻ്റെ പ്രത്യേകത. തൊട്ട് താഴെ തന്നെ അളകനന്ദ നദി ഐസ് വാട്ടർ പോലെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇത് രണ്ടും അടുത്തടുത്താണ്. ശാസ്ത്രം എന്തു പറയുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ആധ്യാത്മികതയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഇതെല്ലാം ഭഗവാന്റെ വലിയ മഹാ അത്ഭുതങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വൃന്ദാവനത്തിലെ തപ്തകുണ്ടിൽ ഈ ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളം എന്നുള്ളൊരു പ്രത്യേകതയാണുള്ളത്. പിന്നെ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലെ ബദ്രിനാരായണ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാരതീയരായി ജനിച്ചാൽ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ബദ്രിനാരായണ ക്ഷേത്രം. നമ്മുടെ ഭാരതത്തിൻ്റെ കുടുംബക്ഷേത്രമെന്നോ അല്ലെങ്കിൽ പരദേവതാ ക്ഷേത്രമെന്നോ ഒക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ബദ്രിനാരായണ ക്ഷേത്രം. ഭഗവാൻ മമാശ്രമം, അതായത് എൻ്റെ ആശ്രമം എന്ന് ഉദ്ധവരോട് പറഞ്ഞ ഒരേ ഒരു പുണ്യഭൂമിയാണ് ഈ ബദരികാശ്രമം എന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അവിടെ എത്തിയാൽ മാത്രമേ ആ ഭഗവാന്റെ മഹാത്മ്യവും ആ ഭൂമിയുടെ മഹത്വവും ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എല്ലാവർക്കും അവിടെ എത്താൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ വൃന്ദാവനത്തിലെ ആദി ബദ്രി ക്ഷേത്രവും സന്ദർശിക്കാനുള്ള മഹാഭാഗ്യം എല്ലാവർക്കും ഭഗവാൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.